അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീടം സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്തു നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും തങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്നെ കടിഞ്ഞു പുത്രനെ പ്രസവിച്ച് അവനെ പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഏറ്റവും സ്നേഹമുള്ളവരെ, 2024 ഡിസംബർ 25 പ്രഭാതത്തിൽ നമ്മളെല്ലാവരും ഈ ദേവാലയത്തിൽ വന്നിരിക്കുകയാണ്. വളരെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സുദിനമാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസിന്റെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രതീക്ഷയുടെയും ആശംസകൾ ഏവർക്കും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒന്നാമത് കടന്നു വരുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസ്സിസിയിലെ ആരംഭമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസ്സിസിയാണ് ഒരു പുൽക്കൂടുണ്ടാക്കി. ആ പുൽക്കൂട്ടിന് ഉണ്ണീശോയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചു. യേശുപിതാവും മാതാവും അവിടെ വെച്ചു. അങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് ഈ ഫ്രാൻസിസ് അസ്സിസി തുടങ്ങിയ ഈ പുൽക്കൂട്ടിലെ ഉണ്ണീശോയുടെ ഈ ആചരണമാണ് ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ച് എല്ലായിടത്തും പല രീതികളില് നടത്തപ്പെടുന്നത്. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി വരുന്നത് നക്ഷത്രമാണ്. നമ്മുടെ ദേവാലയത്തിന്റെ ഫ്രണ്ടില് അതിമനോഹരമായ വലിയൊരു നക്ഷത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പാർലറില് ചെറിയ നക്ഷത്രങ്ങളുമുണ്ട്. ഞാൻ ഈ നക്ഷത്രങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വലിയ നക്ഷത്രമായാലും ചെറിയ നക്ഷത്രമായാലും നമുക്ക് കണ്ണിന് ഇമ്പം നൽകുന്നതാണ്, മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ ഡൽഹിയിലേക്ക് പോയിരുന്നു. ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചിട്ട് പോയതാണ്. രാത്രിയിൽ കൊച്ചിയിൽ നിന്നും വിമാനം ഡൽഹിയിലേക്ക് പോകുമ്പോൾ മനോഹരമായ കാഴ്ചയാണ്. നീലാകാശത്ത് 1000 നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. താഴോട്ട് നോക്കുമ്പോൾ ഭൂമിയിൽ 1000 ബൾബുകൾ കത്തി ജ്വലിച്ചിങ്ങനെ നിൽക്കുന്ന കാഴ്ച. ആകാശത്തും നക്ഷത്രം, ഭൂമിയിലും നക്ഷത്രം. ഈ നക്ഷത്രം പ്രകാശം തരുന്നതാണ്. യേശുവിന്റെ ജീവിത കാലഘട്ടത്തിൽ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് കൃത്യമായി പറഞ്ഞു. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിലോ കട്ടിലിന്റെ കീഴിലോ വയ്ക്കാറില്ല. അത് പീഠത്തിന്മേലാണ് വയ്ക്കപ്പെടുന്നത്. നമ്മൾ നക്ഷത്രങ്ങൾ ഉണ്ടാക്കി മുകളിലാണ് വെക്കുന്നത്. എല്ലാവരും കാണണം, പ്രകാശം ലഭിക്കണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ചിന്ത. ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ രണ്ടാമത് എന്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ഈ അൾത്താരയുടെ മുമ്പില് മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ഈ ക്രിസ്മസ് ട്രീയുടെ വലിയൊരു നക്ഷത്രം ഉയർന്നു നിൽക്കുന്നു. അതിന് ചുറ്റും വർണ്ണശബളമായ സാധനങ്ങൾ അലങ്കരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കണ്ണിനും കരളിനും ഹൃദയത്തിനും ആനന്ദം പകർന്നുകൊണ്ട് ആ മിഷനറി നിൽക്കുകയാണ്. ഇത് 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ആരംഭിച്ചതാണ്. ഈ ക്രിസ്മസ് ട്രീ മാത്രമാണ് വളരെ തണുപ്പുള്ള മഞ്ഞ് മുഴുവനും വീണ് കിടക്കുന്ന അവസരത്തില് ഉയർന്നു നിൽക്കുന്ന ആ ട്രീയെ അറിയപ്പെടുക ഫയർ ട്രീ എന്നാണ്. കത്തുന്ന തീയെന്നോ കത്തുന്ന മരമെന്നോ. കാരണം മഞ്ഞുകാലം ആരംഭിച്ച് മഞ്ഞ് വീണ സർവ്വ വൃക്ഷങ്ങളും അതിന്റെ ഇലകൾ പൊഴിച്ച് വെറുതെ
ഒരുപക്ഷേ കുന്തിരിക്ക ചെടി എന്ന് നമ്മൾ പറയുന്നതായിരിക്കണം. ധർമാരാ കോളേജിന്റെ ഫ്രണ്ടിൽ വലിയ രണ്ട് കുന്തിരിക്ക ചെടികൾ നിൽപ്പുണ്ട്. ചിലർ പറയും പൈൻ മരങ്ങൾ എന്ന് പറയും. ഏതായാലും ഈ ട്രീ നൽകുന്ന ഒരു വലിയ സന്ദേശം പ്രതീക്ഷയുടെ അടയാളമാണ്. മഞ്ഞുകാലത്തെല്ലാം നശിച്ചു പോകുമ്പോൾ വില ഒഴിക്കാതെ നിൽക്കുന്ന ഒറ്റയൊരു മരമാണ് ഫയർ ട്രീ. ആ ഫയർ ട്രീയുടെ ആ സന്ദേശം ഹോപ്പ്, പ്രതീക്ഷയാണ്. ഈ മഞ്ഞുകാലം മാറും, ഈ ദുഃഖം മാറും, ഈ വിഷമം മാറും, ഈ കടം മാറും. ഇതിനുശേഷം സൂര്യൻ ഉദിച്ച് പ്രകാശം പരത്തി നമുക്ക് ജീവൻ നൽകുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂന്നാമത് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ഉണ്ണീശോയുടെ രൂപമാണ്. നമുക്കറിയാം, ഈ ചെറിയ ഉണ്ണീശോയായാലും വലിയ ഉണ്ണീശോയായാലും മനുഷ്യനെ അവരുടെ ഹൃദയത്തിന് സന്തോഷം പകരുന്നതാണ്. ഇന്നലെ ഞാനൊരു ഭവനത്തിൽ പോയിരുന്നു. ചെറിയൊരു പുൽക്കൂട്, നല്ല മനോഹരമായ പുൽക്കൂട്. ആ പുൽക്കൂട്ടില് ഈ 2024 അവർക്ക് ജനിച്ച ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്ന് അതിന്റെ വല്യമ്മ കൊണ്ടുവന്ന്, എന്റെ ഉണ്ണീശോയെ അങ്ങയുടെ മുമ്പിലേക്ക് നീ ഞങ്ങൾക്ക് നൽകിയ എന്റെ കുഞ്ഞിനെ ഞാൻ സമർപ്പിക്കും. ഈ ദേവാലയത്തിലും കൈക്കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. ഈ കൈക്കുഞ്ഞുങ്ങളെയുമായിട്ട് ഈ തണുപ്പുള്ള ഈ പ്രഭാതത്തിലും ആ കുഞ്ഞിനെ കൊണ്ട് വരുവാൻ കാണിക്കുന്ന അമ്മയുടെ സന്തോഷവും പ്രതീക്ഷയുമാണ്. ആ പ്രതീക്ഷ തന്നെയാണ് നമുക്ക് തരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഡൽഹിയിലേക്ക് ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ഒരു പ്രതീക്ഷയാണ്, സന്തോഷത്തോടു കൂടി പോയി. അന്ന് ഡൽഹി മാർക്കറ്റിലൂടെ ഞാൻ കടന്നു പോവുകയും ആയിരക്കണക്കിന് ക്രിസ്മസ് ട്രീകള്, നക്ഷത്രങ്ങള്, ക്രിസ്മസിന്റെ അലങ്കാര വസ്തുക്കളൊക്കെ വലിയ ചന്തയിൽ വലിയൊരു കാഴ്ചയാണ്. എത്ര കണ്ടാലും മതിയാവാത്ത ഒരു കാഴ്ച. ക്രിസ്മസ് ഒരു ബിസിനസിന്റെ ദിനങ്ങൾ കൂടിയാണ്. നിങ്ങൾക്കറിയാം, എല്ലാ തരത്തിലുള്ള ബിസിനസ് നടക്കുകയും, ബിസിനസ് വേണ്ടെന്നല്ല, ബിസിനസ് വേണം. ബിസിനസ്സിലൂടെയാണ് നമ്മുടെ കുടുംബങ്ങളെയും മറ്റു കാര്യങ്ങളും നമുക്ക് നടത്തുവാൻ സാധിക്കും. ക്രിസ്മസ് ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ഒരു ദിനമാണ്. ഇന്നേ ദിവസം ഈ ദേവാലയത്തിലേക്ക് നിങ്ങൾ എല്ലാവരും കടന്നു വന്നിരിക്കുകയും ഈ വന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഉണ്ണീശോ ജനിക്കുമ്പോൾ ഒരു വ്യൂഹം മാലാഖമാര് ആടുകളെ നോക്കിയിരുന്ന സ്ഥലത്തേക്ക് പോയി. ഷെപ്പേഴ്സ് ഫീൽഡ് എന്നാണ് അത് പറയുക. ആ ഷെപ്പേഴ്സ് ഫീൽഡ് ഒരു ഗുഹയാണ്. ആ ഗുഹയുടെ ഉള്ളില് ഞാൻ കുർബാന ചൊല്ലിയത് ഓർക്കുകയാണ്. ഗുഹയുടെ ഉള്ളിൽ കിടക്കുന്നവന്റെ അരികിലേക്കും ദൈവം മാലാഖയയക്കും, ദൈവം വചനമയക്കും, ദൈവം സന്ദേശമയക്കും. ആ സന്ദേശം മനസ്സിലാക്കാനുള്ള ഒരു വലിയ കഴിവും ദാനമാണ് നമുക്ക് തരേണ്ടത്. അവിടെ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആ സമാധാനമാണ്, ആ ശാന്തിയാണ്, ആ കൃപയാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. ഈ ക്രിസ്മസ് ദിവസം എനിക്ക് ഈ ഉണ്ണീശോയുടെ മുമ്പിൽ കാഴ്ചവെക്കാനുള്ളത്, ഈ കഴിഞ്ഞ 25 ദിവസവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഓരോ അധ്യായവും ഞാൻ എടുത്ത് വായിച്ച് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിട്ടു. അത് എത്രയോ വർഷം നിലനിൽക്കും. എത്രയോ ആളുകളാണ് ആ വചനം കാണുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം, ഈ ക്രിസ്മസിന് ഞാൻ എങ്ങനെ ഒരുങ്ങി? നിങ്ങളെല്ലാവരും പലതരത്തിലുള്ള നോമ്പുകൾ നോക്കിയോ? നല്ലത് തന്നെ. ഈ നോമ്പുകളോടൊപ്പം നോവായി തീരുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ പേറി കർത്താവിന്റെ അരികിലേക്ക് വരുമ്പോൾ ആ ഗുഹയിൽ കിടന്നിരുന്ന ആട്ടിടയന്മാരുടെ അരികിലേക്ക് ദൂതന്മാര് കടന്നു ചെന്നില്ലേ? ആ ഉണ്ണീശോയുടെ അരികിലേക്ക് 3 കുഞ്ഞു രാജാക്കന്മാർ കടന്നു വന്നില്ലേ? ഉണ്ണീശോയ്ക്ക് അവരും കുന്തിരിക്കവും മീറയും കാഴ്ചവെച്ചില്ലേ? പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ച് ഇന്ന് ഈ ദിവ്യബലിയിൽ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഈ പുൽക്കൂട്ടിലെ ഈ അൾത്താരയുടെ മുമ്പിൽ കാഴ്ചവെക്കും. അന്ന് ഈശോ പുൽക്കൂട്ടിലാണ് ജനിച്ചതെങ്കിൽ ഇന്ന് ജനിക്കുന്നത് നമ്മുടെ ഓരോ
ജോബിൻ രണ്ടുപേരെ അരുണാചൽ പ്രദേശിന് വേണ്ടി അവരെ ധ്യാനിപ്പിക്കാനും പ്രാർത്ഥിക്കുവാനും പോയി. ഇന്നലെ ഈ സമയത്ത് ഇന്നലെ രാവിലെ കുർബാന ചൊല്ലിയത് വിശുദ്ധിയിലുള്ള അടിമാലിയിലുള്ള ആ സ്കൂളിലാണ്. അന്ന് ആ കുർബാന കഴിഞ്ഞപ്പോൾ ജോസ് എന്ന് പറയുന്ന ഒരു മകൻ വ്യക്തി അവിടെ വന്നു. ആ ജോസിനോട് ചോദിച്ചു, ജോസേ ഭാര്യ വന്നിട്ടുണ്ടോ? ഉണ്ടച്ചു. 13 വർഷം മുമ്പ് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അന്ന് ദീപബലി അർപ്പിക്കുമ്പോൾ തലേ ദിവസം ആ സഹോദരി പറഞ്ഞു, ഒന്ന് കണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുക, ഈ ചുണ്ടുകളൊക്കെ പാണ്ഡുരോഗം വന്നിരിക്കുകയാണ്, കൈയുടെ വിരലുകളെല്ലാം പാണ്ഡുരോഗം വന്നിരിക്കുകയാണ്. കുർബാന കൊടുക്കുന്ന സമയമായി മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് അവളുടെ നാവിലെ യേശുവിനെ കൊടുത്തു. അവിടെയാണ് ഈശോ ജനിച്ചത്. ആ കടന്നുപോയ ആ പരിശുദ്ധ കുർബാന സ്വീകരിച്ച ആ നിമിഷം തന്നെ ആ സ്ത്രീയുടെ പാണ്ഡുരോഗം പൂർണ്ണമായിട്ട് മാറി. 13 വർഷം കഴിഞ്ഞ് ഇന്നലെ ആ സ്ത്രീയുടെ കൈകളിൽ പിടിക്കുമ്പോൾ സന്തോഷവും നന്ദി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ സന്താനമുള്ളവർക്ക് സമാധാനം. ഈ ക്രിസ്മസിന്റെ ഈ അവസരത്തിൽ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ കൊടുവേലിയിൽ അണിനിരക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, സമാധാനത്തോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെയും പ്രാർത്ഥനകളും ആശംസകളും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ പരിശുദ്ധ മാതാവ് യേശുപിതാവ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വചനം ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന.